ഹലോ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഒറ്റമന്ദാരത്തിൻ്റെ അടുത്ത ഭാഗവുമായി. കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ പാർട്ട് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഒറ്റമന്ദാരം ഭാഗം 5. താലിയിൽ കൊത്തിവെച്ച തൻ്റെ പ്രാണന്റെ പേരിലേക്ക് പ്രണയത്തോടെ നോക്കി. മെല്ലെ അത് ചുണ്ടോട് ചേർത്തവൾ മിഴികൾ പൂട്ടി. എല്ലാം കണ്ട് മുറിയിലേക്ക് കയറി വന്നിരുന്നു അവളുടെ നന്ദേട്ടൻ. ഭ്രാന്ത്, മറ്റുള്ളവരെ കാണിക്കാനുള്ള വെറും ഭ്രാന്ത് എന്ന് അവൾ മാത്രം കേൾക്കാൻ പാകത്തിൽ പിറുപിറുത്ത് പുറത്തേക്കിറങ്ങി നന്ദൻ. തന്നെ മനസ്സിലാക്കാത്തതിൽ, തൻ്റെ വേദന അറിയാത്തതിൽ മനംനൊന്ത് അവൾ ആ കട്ടിലിലേക്കിരുന്നു, തലയിലെ മരവിപ്പ് മാറും വരെ. നിഴലിനോട് പടവെട്ടി ജയിച്ച് ഒടുവിൽ താൻ ഒന്നും നേടിയിട്ടില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു യോദ്ധാവിനെ പോലെ തോന്നി അവൾക്ക് സ്വയം. പിന്നെ മുഖമൊന്ന് അമർത്തി തുടച്ച് അടുക്കളയിലേക്ക് എത്തിയില്ല. ഉണങ്ങലരി പൊടിച്ചതിൽ ശർക്കര ഉരുക്കിയൊഴിച്ച് കൊപ്രത്തേങ്ങ നുറുക്കിയിടുന്നുണ്ടായിരുന്നു അവിടെ ലക്ഷ്മിയമ്മ. ഇതെന്താ ടീച്ചറമ്മേ, നല്ല മണമുണ്ട് കേട്ടോ. അല്ല, മോളിപ്പം എന്താ വിളിച്ചേ? അതെ, എൻ്റെ നന്ദൻ്റെ ഭാര്യ എന്നെ അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലേ ചെവി ഞാൻ പൊന്നാക്കൂട്ടോ. നന്ദൻ്റെ ഭാര്യ കേൾക്കുമ്പോൾ ഒരു മഞ്ഞു വീണ സുഖമുണ്ടെങ്കിലും ഒരു നോവ് കൂടി അതിനൊപ്പം തന്നിൽ പടരുന്നത് അവൾ അറിഞ്ഞു. ചിന്തകളെ പാടെ മാറ്റി ചിരിച്ചൊരു കഷ്ണം കൊപ്രത്തേങ്ങ എടുത്ത് കടിച്ചു. ഹാ, വെറും വയറ്റില്ല കുട്ടിയെ കഴിക്കണേ. ഫ്ലാസ്കിൽ ശർക്കര കാപ്പി ഉണ്ട്, അമ്മ എടുത്തു തരണോ? നന്ദേട്ടന് ശർക്കര കാപ്പി ഇട്ടതാ ഇഷ്ടം എന്ന് ഓർത്തു നില. ഞാൻ എടുത്തോളാം എൻ്റെ ടീച്ചറേ. ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞില്ല കേട്ടോ. മറന്നു അപ്പോൾ? പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെയും സ്വന്തം ഏട്ടൻ്റെയും കല്യാണത്തിന് വരാൻ ടിക്കറ്റ് കിട്ടാണ്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടിയ ആളെ? ചിഞ്ചു? അത് തന്നെ, ഉണ്ണിയപ്പ കൊതിച്ചി. അന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കും അവള്. മോൾക്ക് ആദ്യം മാറ്റി വയ്ക്കുകയും ചെയ്യും, രണ്ടാൾക്കും കൂടി ഉണ്ടാക്കുക അമ്മ. ചിഞ്ചുവിനെ പറ്റി ഓർത്ത് ഇത്തിരി നേരം കൂടി അവിടെ നിന്നു. നന്ദന് കാപ്പി കൊടുത്തിട്ടില്ല കുട്ടിയെ, ഒന്ന് കൊണ്ടു കൊടുക്കൂ. കാപ്പി ഗ്ലാസ്സിലേക്ക് പകരുമ്പോൾ നന്ദൻ്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞതും കൈ ഒന്ന് വിറച്ചു. ചൂടുള്ള കാപ്പി ഇത്തിരി കയ്യിൽ വീണു. ചൂടിനാൽ എരിവ് വലിച്ചതും അയ്യോ എന്താ മോളെ എന്നും പറഞ്ഞ് വന്നിരുന്നു ആ അമ്മ. ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞ് ആ കാപ്പിയുമായി ഉമ്മറത്തേക്ക് പോകുമ്പോൾ ഉള്ളിൽ ആധി വന്ന് നിറയുന്നതവൾ അറിയുന്നുണ്ടായിരുന്നു. ഒന്ന് കുടഞ്ഞ് പേപ്പറിലെ ചുളിവ് നിവർത്തി മറ്റെങ്ങും ശ്രദ്ധിക്കാതെ വായിക്കുന്നവനെ ഒന്ന് നോക്കി. അടുത്ത് ചെന്ന് നന്ദേട്ടാ എന്ന് വിളിച്ചതും ആ കണ്ണുകൾ മാത്രം തൻ്റെ നേരെ നീണ്ടു. പെട്ടെന്ന് തന്നെ തിരികെയും. കാപ്പിതാ എന്ന് പറഞ്ഞതും അമ്മേ കാപ്പി എന്ന് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു നന്ദൻ. ഇന്ത്യയിൽ തന്നു വിട്ടത് അമ്മ തന്നെയാ, വെറുതെ അമ്മയെ വിഷമിപ്പിക്കണ്ടാട്ടോ, പാവല്ലേ എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് അടുത്ത് കണ്ട ടീപ്പോയിൽ വച്ച് അവൾ തിരികെ നടന്നു. ഉള്ളിൽ അവഗണനയുടെ തീക്ഷ്ണ ചൂടിൽ പൊട്ടിപ്പുറത്തേക്കൊഴുകാനായി ഒരഗ്നിപർവ്വതം പുകയുന്നുണ്ടെങ്കിൽ കൂടി അതവളെ അത്രമേൽ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ കൂടി. മുറ്റത്ത് നിന്ന് തെങ്ങിൻ ചൂല് നിലത്ത് തൂക്കുമ്പോഴുള്ള പരവര ശബ്ദം കേട്ട് മെല്ലെ അങ്ങോട്ടേക്ക് ചെന്നു നീള. രമച്ചേച്ചിയാണ് ഇവിടെ ടീച്ചറമ്മയ്ക്ക് സഹായത്തിന് വരുന്നതാണ്. ടീച്ചറമ്മ നന്ദൻ്റെയും മാഷിൻ്റെയും കൂടെ ഇരുന്ന് വർത്തമാനത്തിലാണ്. തന്നെ കൂടെ അച്ഛൻ വിളിച്ചെങ്കിലും മനഃപൂർവ്വം ചെല്ലാത്തതാണ്. കാരണം ഓരോ തവണയും ആ ഒരാളുടെ ചെറിയ അവഗണനകൾ പോലും ഉള്ളിൽ എന്തുമാത്രം നീറ്റലാണ് ഉണ്ടാക്കുന്നതെന്നോ. ആ പുതിയണ്ണ് രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായോ? മുറ്റമടിക്കുന്നതിനിടയിൽ നിവർന്നു നിന്ന് ചൂല് കൈവെള്ളയിൽ 2 തട്ട് തട്ടി രമച്ചേച്ചി ചോദിച്ചു. നേർത്ത ചിരിയോടെ ഒന്ന് മൂളി. എന്താപ്പ കുട്ടിയെ ആകപ്പാടെ വല്ലാണ്ട്? ഇന്നലത്തെ ക്ഷീണ? എല്ലാ പല്ലും പുറത്തു കാട്ടി ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അവർ ചോദിച്ചു. ചോദ്യത്തിലെ മുള്ള് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. പുഴയിലെ അലക്കൽ മഹാമഹത്തിൽ കൂട്ടുകാരികളോട് പറയാനുള്ള വിഷയമായി. ഒന്ന് നാണിച്ച് ചിരിച്ച് അവൾ അകത്തേക്ക് കയറി. അർത്ഥം വെച്ചൊന്ന് മൂളി വീണ്ടും മുറ്റത്ത് കളം വരയ്ക്കാൻ തുടങ്ങി രമ. ഏറെ മോഹിച്ച, ഏറെ കൊതിച്ച ജീവിതം ഈ വീട്ടിൽ മരുമകളായി. ഇപ്പോൾ ഇത് തന്നെ ശ്വാസം മുട്ടിക്കുന്നു. ആ ഒരാളുടെ അവഗണന, അതൊന്നുകൊണ്ട് മാത്രം.
ചായ കഴിഞ്ഞ് നന്ദൻ വീണ്ടും തൻ്റെ ലോകത്തിലേക്ക് ചേക്കേറി. ഏതോ ഒരു പുസ്തകം കയ്യിലെടുത്ത് അതിലേക്ക് ആഴ്ന്നിറങ്ങി. നിള അവിടെ എത്തിയിരുന്നു. ആദ്യമായി താൻ കണ്ടതുപോലെ തന്നെ പുറം തിരിഞ്ഞ് ഇരിക്കുന്നുണ്ട് നന്ദൻ. അന്ന് ഈ ഉള്ളിൽ കുടിയേറിയതാണ് ഈ ഒരാൾ. അന്നു മുതലുണ്ട് ഉള്ളിൽ പ്രാണവായു പോലെ. അവൾ മെല്ലെ ഇത്തിരി കൂടി അടുത്തേക്ക് നീങ്ങി. നന്ദേട്ടാ, ഇഷ്ടമാവില്ല എന്നറിഞ്ഞും വിളിച്ചു അവൾ. ശക്തിയിൽ പുസ്തകം അടച്ച് എതിർവശത്തേക്ക് മുഖം തിരിച്ചു നന്ദൻ. എന്നോട് ദേഷ്യാന്നറിയാം, തെറ്റിപ്പോയി നിളയ്ക്ക് അവളുടെ നന്ദേട്ടനെ അളക്കണതിൽ. എൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, നന്ദേട്ടൻ്റെ മനസ്സ് കാണാൻ ശ്രമിച്ചില്ല. ഒരു പൊട്ടിക്കരച്ചിൽ അവളുടെ തൊണ്ടയിൽ ചിറകു നീർത്താനാവാതെ പിടഞ്ഞു. വാക്കുകളെ തടഞ്ഞു. ശ്വാസം വലിച്ചെടുത്ത് അവൾ തുടർന്നു. നന്ദേട്ടനെ നഷ്ടപ്പെട്ട പിന്നെ നിളയില്ല നന്ദേട്ട. അതാ എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എൻ്റെ നന്ദേട്ടന്. ഞാൻ ശല്യാവണുണ്ടോ എൻ്റെ നന്ദേട്ടന്? പൊട്ടിപ്പോയിരുന്നു അവൾ. കരച്ചിലിനിടയിൽ കേട്ടിരുന്നു എന്നെ ഒന്ന് വെറുതെ വിടാമോ എന്ന് നന്ദൻ കൈകൂപ്പി യാചിക്കുന്നത്. തിരികെ ഓടിപ്പോരുമ്പോൾ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചിരുന്നു നിളയ്ക്ക്. ഇരുമിഴികളിലും അനുസരണയില്ലാതെ വന്ന കണ്ണുനീർ നന്ദൻ ആരും കാണാതെ തുടച്ചു നീക്കി. വൈകുന്നേരത്തോടെ എത്തി ചിഞ്ചു. എല്ലാവരും അവളെ സ്വീകരിക്കാൻ ഉമ്മറത്ത് തന്നെ നിന്നിരുന്നു. ടീച്ചറും മാഷും നന്ദനും. ഇത്തിരി മാറി ഒരു ശല്യമാവാതെ വാതുക്കൽ പതുങ്ങി അവളും. വന്നു കയറിയതും വല്യമ്മയെ കെട്ടിപ്പിടിച്ചു ചിഞ്ചു. മാഷിനെയും നന്ദനെയും കൈവീശി കാണിച്ചു. ചുറ്റും തിരഞ്ഞു ചോദിച്ചു, അല്ല, എവിടെ നമ്മുടെ നീലാക് നന്ദകിഷോർ? വാതിക്കൽ നിൽക്കുന്നവളെ കൈ പിടിച്ചു വലിച്ച് നന്ദൻ ഇരിക്കുന്നതിനടുത്ത് കൊണ്ടു നിർത്തി. എന്തൊരു ചേർച്ചയല്ലേ എൻ്റെ ലക്ഷ്മി ടീച്ചറെ? ഒരു കണ്ണടച്ച് കയ്യിൽ മുദ്രയും പിടിച്ച് ചോദിച്ചപ്പോൾ കണ്ണ് വെക്കല്ലേടി എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് തിരിച്ചും ടീച്ചർ കളിയായി പറഞ്ഞിരുന്നു. എടി, നിന്നെ ഇനി ഞാൻ ഏടത്തിയമ്മയെന്ന് വിളിക്കണോടി എന്ന് നന്ദൻ്റെ അടുത്ത് നിന്ന് ഞെളിപിരി കൊള്ളുന്നവളെ നോക്കി ചോദിച്ചു ചിഞ്ചു. ആ പെണ്ണിൻ്റെ കണ്ണുകളപ്പോൾ മെല്ലെ നന്ദന് നേരെ നീണ്ടിരുന്നു. തല താഴ്ത്തിയിരിക്കുന്നത് കണ്ട് അവളും തല താഴ്ത്തി. വാ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് അവളെയും കൂട്ടി ചിഞ്ചു അകത്തേക്ക് പോയപ്പോൾ എന്തിനോ നന്ദൻ്റെ മിഴികൾ അവരുടെ പുറകെ നീണ്ടു. തുടരും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഒപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഭാഗവും കൊണ്ട് പെട്ടെന്ന് വരാം കേട്ടോ. താങ്ക് യു.